ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, റെഗുലറായിട്ട് മെസ്സേജ് അയക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, പിന്നെ അല്ലാണ്ടും കുറച്ച് പേര് എൻ്റെ അടുത്ത് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടിയിട്ടാണ്, സ്പെഷ്യലായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അത് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവാമെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് സ്റ്റിച്ചിങ് പഠിക്കണേ ഉള്ളൂ, അപ്പോൾ മെറ്റീരിയൽസ് എങ്ങനെയാണ് കുറച്ച് കിട്ടുക, റേറ്റ് കുറച്ച് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചേക്കുന്ന എല്ലാ മെറ്റീരിയൽസും കട്ട് പീസുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഷോപ്പുകളിലും എന്താ പറയുക, തുണിക്കടകളും പോയി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് പീസുകൾ കിട്ടും. അവരിങ്ങനെ ഒരു റോളായിട്ടാണല്ലോ ഇരിക്കുന്നത് തുണിയൊക്കെ. അപ്പം ആ റോള് തീരാറാകുമ്പോഴത്തേക്കും ബാക്കി ചിലപ്പോൾ 1 മീറ്റർ 1.5 മീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ 2 മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് ബാക്കി വരുന്ന പീസുകൾ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് ഇങ്ങനെ കട്ട് പീസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ഒക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്ന എല്ലാം ഷർട്ട് പീസുകളാണ് കേട്ടോ. ഷർട്ട് പീസ്, പാൻറ്റ് പീസ് ഒക്കെ നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട് പീസുകളാണ് കേട്ടോ, കോട്ടൻ്റെ. അപ്പോൾ ഞാനിത് ഷർട്ട് പീസായിട്ട് നോക്കാൻ പോയതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കട്ട് പീസുകൾ ഉണ്ട്, അപ്പോൾ അതിൽ വേണമെങ്കിൽ അത് എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ഷർട്ട് പീസുകളായിരുന്നു കേട്ടോ, നല്ല കോട്ടൻ്റെ ആയിരുന്നു. ഇത് ഈ ഒരു എന്താ എല്ലാം 1 മീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം കേട്ടോ. നമുക്ക് എല്ലാത്തിനും ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ തയ്ക്കാൻ പറ്റുന്ന അത്രയും മെറ്റീരിയൽ ഉണ്ടായിരുന്നു. എല്ലാം 50 രൂപയേ ഉള്ളൂ കേട്ടോ. എല്ലാ പീസുകളും, ആ കൊട്ടയിൽ കിടക്കുന്ന എല്ലാ പീസുകളും 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ആവശ്യമുള്ള കളേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, ഷിഫോണിൻ്റെയും റയോണിൻ്റെയും നെറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യൂണിഫോമിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു 2.80 3 മീറ്ററിന് അടുത്തുണ്ട് ഈ ഒരു ഫാബ്രിക്. ഇതിന് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് പഠിക്കുന്നതെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കട്ട് പീസുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക കേട്ടോ. അടുത്തുള്ള ഷോപ്പിൽ, എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും കേട്ടോ കട്ട് പീസുകൾ. അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവർ കാണിച്ചു തരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ എടുക്കണ കാര്യം. അപ്പോൾ ഞാൻ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ എടുത്തിട്ടില്ല ഇതുവരെ. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെറിയൊരു സ്റ്റിച്ചിങ് ആണ്. കസ്റ്റമേഴ്സ് വീട്ടിൽ വന്നിട്ട് ഫാബ്രിക് തരും, ഞാൻ അവർ പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ചെറിയ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഹോൾസെയിലായിട്ട് ഇതുവരെ അങ്ങനെ ഫാബ്രിക് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അത് എനിക്ക് അറിയില്ല, ഒരു കുറഞ്ഞത് 20 മീറ്ററൊക്കെ എന്തോ എടുക്കണം തോന്നുന്നു. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹോൾസെയിൽ അറിയാമോ, കട എവിടെയാണെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ സ്ഥലം എറണാകുളമാണ് കേട്ടോ. അപ്പം എറണാകുളത്ത് ബ്രോഡ്വേയിൽ കുറേ ഷോപ്പുകളുണ്ട് ഹോൾസെയിലിൻ്റെ, അവിടെ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് ഞാൻ എടുത്തത്. നേരത്തെ കാണിച്ചത് 1 മീറ്റർ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ ഞാൻ ചുമ്മാ എടുത്താണ്. ഇത് 75 ഉള്ളൂ, 75 എന്താ പറയുക 3/4 ഇഞ്ച് ഉള്ളൂ ഇത് ആകെ. അപ്പോൾ അത് ഞാൻ ചുമ്മാ എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് യോക്ക് പീസിലൊക്കെ എന്തെങ്കിലും ഒരു വർക്കൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്ത് ഞാൻ ചുമ്മാ എടുത്താണ്. അപ്പോൾ ഇതെല്ലാം ഇത് 30 രൂപ ഉണ്ടായുള്ളൂ കേട്ടോ. 30 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഷോന്ന് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാൻ മീഷോന്ന് എടുത്ത ഫാബ്രിക്കാണ്. ഇത് 5 മീറ്ററാണ് ഇത് ഉള്ളത്. 250 രൂപയാണ് കേട്ടോ. മൊത്തം 5 മീറ്ററിന് 250 രൂപയാണ് ആയത്. ഇതുപോലത്തെ കുറേ വേറെയും പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രിൻ്റാണ് എടുത്തത്. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ മീഷോന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കുന്നത് നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ടോപ്പിൽ ഞാൻ ടോപ്പ് അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു തുണി എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷോപ്പ് ഇപ്പോൾ ഇല്ല, അവർ കട കാലിയാക്കൽ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മെറ്റീരിയലായിരുന്നു. ഇതിൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ കയറി വാങ്ങിച്ചാണേ. അപ്പോൾ ഇതിന് ശരിക്കും ഇത് 3 മീറ്ററാണ് വാങ്ങിച്ചത്, 60 രൂപയായുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ അല്ല കേട്ടോ, ഇതൊരു ക്രേപ്പ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എടുത്ത് ഒരു ടോപ്പ് അടിച്ചതാണ്. ഇതൊരു നോർമൽ സ്ലിറ്റഡ് ടോപ്പാണ്. ബാക്കിൽ കോഴ്സെറ്റ് ബാക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അതായത് കെട്ടൊക്കെ വരുന്നത് പോലെ.
ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തൊരു മെറ്റീരിയലാണിത്. സ്ലീവ് ഫുൾ സ്ലീവാണ് കൊടുത്തേക്കുന്നത്. താഴത്ത് ചുടി പോലെ ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്ന പോലെ ആണിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അതായത് ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ കുറച്ചധികം വേറെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എടുത്ത കുറച്ച് മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പം സ്റ്റിച്ചിങ് പഠിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ കടയിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കട്ട് പീസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ നല്ല തുണികൾ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ലൈനിങ് പീസിലല്ല, റഫ് തുണിയിലല്ല, ഇത്തിരി നല്ല തുണിയിൽ തയ്ച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ മുമ്പ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണുന്ന ആഗ്രഹമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.